മണിക്കൂറാണ് ഡ്യൂട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, 12 മണിക്കൂർ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിനകത്ത് പോകണമെങ്കിൽ അവരെ റൂമിനടുത്താണ് എന്റെ റൂം. ഉടനെ വിളിക്കും അടുത്തവരെ എന്നെ ഉറങ്ങാതാക്കിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ പകൽ അവർ ഉറങ്ങും. ഈ പകൽ ഉറങ്ങിയാലും നമ്മൾ അവിടെ പേഷ്യൻസ് ആയിട്ട് ഇരിക്കണം. രാത്രി അവരെ എണീറ്റിരിക്കുമ്പോൾ അവരെ കൂടെ ഇരിക്കണം. പിന്നെ എന്തെന്നാ, എനിക്ക് അറബി അറിഞ്ഞൂടാ. അത് മാത്രമല്ല, അവർ ഉപദ്രവിക്കാൻ തുടങ്ങി, ചവിട്ടാൻ തുടങ്ങി. അവര് ചെരുപ്പെടുത്ത് കയ്യിൽ കൊടുക്കാൻ പറയും. ആ ചെരുപ്പിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ അങ്ങനെ ഇട്ട് അടിക്കും. എന്നിട്ട് ഞാൻ കഴിക്കേണ്ടത് അവര് തരണ എച്ചിലേ തിന്നാവൂ. കൊടുക്ക ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തായാലും ഇന്ത്യ കാണൂല, എന്റെ ചേട്ടനെയോ കൊച്ചിനെ ആരെയും കാണാൻ പറ്റൂല. എന്നെ അവര് അത്രയ്ക്ക് ഉപദ്രവിച്ചു. എന്നിട്ട് പൂട്ടിയിടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഈ അവിടെ 2 ഫിലിപ്പിയൻ കാര്യങ്ങളുണ്ട്. അവരാണ് 2 ഗുബൂസൊക്കെ ഇങ്ങനെ കൊണ്ടുതരാം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നതേ, ഇപ്പോൾ നിങ്ങളൊരു ചെറിയ വോയിസ് ക്ലിപ്പ് കേട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയത്, പിന്നെ നിങ്ങൾക്കറിയാം ഞാനൊരു ഹൗസ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഹോസ്റ്റർ ജോലി എന്ന് പറയുമ്പോൾ ചിലപ്പം ഈ മാളുകളിൽ അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ ചിലപ്പം 3, 4, 5 മണിക്കൂറൊക്കെ നമ്മൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചുമ്മാ തോന്നിയൊരു പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങണം. പക്ഷേ എന്താ ഇടണ്ട്, അതിലെന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ യാദൃശ്ചികമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഞാൻ തുടങ്ങിയൊരു സംഭവമാണ് ഇത്. അതിൽ കണ്ടൻറ്റുകൾ മിക്കവാറും എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ സൗദി അറേബ്യയിലെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ വ്ളോഗിൽ പറയാറുള്ളത്. അപ്പോൾ ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിരുന്ന എൻ്റെ വീഡിയോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നൊക്കെ. അപ്പോൾ ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു വിസ കച്ചവടക്കാരനല്ല, ഞാൻ ആ രീതിയിൽ ഒരിക്കലും പറഞ്ഞതല്ല. എൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ചില സൗദികളിൽ പിന്നെ ഡ്രൈവർ വേക്കൻസി ഡ്രൈവർ ജോലിക്കാരന് ആവശ്യമുണ്ട്, ഒരു ഡ്രൈവറെ സംഘടിപ്പിച്ചിരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരലുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് ഒരു അങ്ങനെ പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരാൾക്ക്, നമ്മുടെ നാട്ടിലത്തെ ഒരാൾക്ക് അല്ലെങ്കിൽ സുഹൃത്തിനോ കുടുംബക്കാർക്കോ പിന്നെ എനിക്കൊരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഡ്രൈവർ വിസ ഒന്ന് ഒപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അവർക്കൊന്നും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല. ഈ മെസ്സേജ് അയക്കണവരൊന്നും ഞാനൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അവർക്കൊരു വിസ കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എനിക്ക് ഇഷ്ടംപോലെ വിസ കിട്ടും. പക്ഷേ എങ്ങനത്തെ രീതിയിൽ ഏത് രീതിയിലുള്ള വിസ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിസ കൊടുത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അതിന് ക്യാഷും മേടിക്കാം, ആ വിസ കൊടുത്തുകൊണ്ട് അതിനെ കൊണ്ടുവരും ചെയ്യാം. ഇയാളെ കൊടുന്നാൽ ആ ആൾ ആ വീട്ടിൽ ഏത് രീതിയിലാണ് കഷ്ടപ്പെടുന്നതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടില്ല. ഞാൻ ചോദിക്കാനും പോകാനും പോവില്ല. പിന്നെ അവർ ഇങ്ങനെയൊക്കെയാണ് ഇത് തന്ന വിസയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 2 വർഷത്തെ അഗ്രിമെൻറ്റിന് വന്നാൽ ആ 2 വർഷം അവനെ കഴിച്ചു കൂട്ടന്നെ വേണ്ടി വരും. അപ്പോൾ ഞാനൊരിക്കലും ഒരു വിസ കച്ചവടക്കാരനല്ല. എൻ്റെ അടുത്ത് നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പേപ്പറൊക്കെ വന്നാൽ ഞാൻ അറിയിക്കുക എന്നുള്ള രീതിയിലാണ് ഞാനന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ വന്നത് എന്തെന്ന് വെച്ചാൽ, കൊല്ലത്തുള്ളൊരു സ്ത്രീയാണ്. പിന്നെ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അവരുടെ പേര് വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഗദ്ദാമ വിസ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ്, ഒരു മാസം മുമ്പാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ അവരോടും ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിന്നെ വോയിസ് ക്ലിപ്പ് ഞാൻ ഫസ്റ്റ് കുറച്ച് ഭാഗം കാണിച്ചില്ല. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ജോലിനെ തള്ളി പറയുക അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ മോശമാക്കി പറയുക ഒന്നുമല്ല. ഞാനിങ്ങനെ ഇതുപോലുള്ള ആളുകളുണ്ടാവും നാട്ടിൽ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിലോ ചിലപ്പം ഭയങ്കര കഷ്ടത്തിലേക്കാരും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പെടുന്നവരാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് പണി ചോദിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓൾറെഡി നമ്മൾ നാട്ടിലൊരു വിഷയവും കാര്യങ്ങളും അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരാൾ ഇവിടെ വന്നിട്ട് പെട്ടാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കണം. അത് നമുക്ക് ആലോചിക്കുമ്പോൾ അത്ര തന്നെ ഒരു പിന്നെ ഇത് തോന്നൂല, അതിൻ്റെ ഒരു എന്താ പറയുക ഫീലിംഗ് തോന്നൂല. പക്ഷേ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഇവിടെയും കൂടെ അതിലേറെ കഷ്ടപ്പാട് ഉള്ളൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അവസ്ഥ പിന്നെ ഏകദേശം ഈ ഒരു വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കൊല്ലത്തുള്ള സ്ത്രീ എന്നോട് ഇതുപോലെ ഗദ്ദാമ പറഞ്ഞാൽ വീട്ടു ജോലിക്കാരിയുടെ വിസ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇതുപോലുള്ള മെസ്സേജ് അയച്ച് അവർക്കൊരു പിന്നെ റിപ്ലൈ എന്ന് നിൽക്കും. അതുപോലെ ഇതുപോലുള്ള ജോലിയൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു പിന്നെ എന്താ പറയുക, ഒരു നെഗറ്റീവായിക്കാണ് ഞാൻ പറയില്ല ഒരിക്കലും. വരുന്നതിന് മുമ്പ് ഇത്തരം വിസ ഞാനല്ലെങ്കിലും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കീഴിലൊക്കെ ഏജൻറ്റിൻ്റെ കീഴിലൊക്കെ വരുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ
പിന്നെ നമ്മൾ അന്വേഷിക്കുമല്ലോ. ഇപ്പോൾ ഇതുപോലെ ജോലി ചെയ്യുന്നവരോട് നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ യൂട്യൂബിൽ കുറേ അന്വേഷിക്കും. ഇങ്ങനത്തെ ജോലീൻ്റെ എങ്ങനെയാണ് ജോലി, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പൊതുവെ ഇപ്പോൾ ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ, ആ വീഡിയോയിൽ കണ്ട സ്ത്രീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മിക്കവാറും പിന്നെ ഈ വീട്ടുജോലിക്കൊക്കെ വരുമ്പോൾ, ഹൗസ് ഡോർ ജോലിയല്ല ഞാൻ പറയുന്നത്, വീട്ടുജോലി, ഹൗസ് മെയ്ഡ്, ഗദ്ദാമ എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ പകൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂല. പകൽ പുറത്തേക്ക് ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ പകൽ ഇവർ ഒരു കുറേ ടൈം ഉറങ്ങും. പിന്നെ ഇനി ഉറങ്ങിയില്ലെങ്കിലും അവർ അവരുടെ മക്കൾ പിന്നെ നോക്കാൻ, അതുപോലെ അവർക്ക് രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിക്കും. അപ്പോൾ അതുപോലെ ഓരോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഹൗസ് മെയ്ഡ് വിസക്ക് വന്നാൽ നമ്മൾ പകൽ നമുക്ക് ഉറങ്ങാനുള്ള സമയം നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്, കുറച്ച് ടൈമൊക്കെ കിട്ടുള്ളൂ. അതും ഏത് സമയത്തും ഹൗസ് ഡ്രൈവർമാരെ സംബന്ധിച്ച പോലെ തന്നെ ഏത് സമയത്തും അവർ വിളിക്കാം, ചെറിയ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ഇടവിട്ടുള്ള ഉറക്കവും കാര്യങ്ങളൊക്കെ ഈ കാര്യം. പിന്നെ അതുപോലെ തന്നെ രാവിലെ അങ്ങനെ പോകും. രാത്രി എന്ന് പറയുമ്പോൾ ഇവർക്ക് പർച്ചേസിങ്, സൂക്കിൽ പോകൽ, പിന്നെ അവരുടെ കാര്യങ്ങൾ അധികം നടക്കൽ രാത്രിയാണ്. അപ്പോൾ ഈ രാത്രി ഈ ഒരു പിന്നെ കാര്യങ്ങളായതുകൊണ്ട് രാത്രി പിന്നെ ആ ഒരു നിലക്കുള്ളൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാത്രി ആയിരിക്കും ഇവർ പിന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കലും. ഇനിയിപ്പോൾ അവർക്ക് പുറത്ത് പോയില്ല വെച്ചാലും രാത്രി, ഇനിയിപ്പോൾ അവർക്ക് ഷോപ്പിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് പോയില്ല എന്ന് വെച്ചാലും രാത്രി അവരുടെ വീട്ടിൽ തന്നെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ ഉറങ്ങിയിട്ട് രാത്രിയാണ് വല്ല ചിലപ്പോൾ ഫാമിലികൾ വരും, ഗസ്റ്റ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാത്രി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും ഉറങ്ങാത്ത പണിയും കാര്യങ്ങളും ഈ കാര്യം. പിന്നെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ഒരു 5-6 മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അധികവും ഫ്ലാറ്റ് കാര്യങ്ങൾ, അവരെല്ലാവരും ഒരുമിച്ചേക്കാരും താമസിക്കുക. പിന്നെ ഒരുമിച്ചായിരിക്കും. ഒരുപാട് അംഗങ്ങളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ പറയും 2 അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്കാണ്, വല്ലാതെ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെ ആവില്ല. ചിലപ്പോൾ ഒരു വയസ്സായൊരു ഉമ്മനും ഉപ്പനെയും നോക്കാനായിക്കാരം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ അവരുടെ മക്കളെ ഫ്ലാറ്റും കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അവർ വിളിച്ചാൽ അങ്ങോട്ട് പോകേണ്ടി വരും പിന്നെ ജോലിക്ക്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഡ്രൈവർ ജോലി പോലെ തന്നെ ഒരു ലക്കാണിത്. നല്ലത് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇതുപോലെ മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് വിഷമിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പെട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോയിൽ കണ്ട സ്ത്രീ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരവസ്ഥയൊക്കെ. അപ്പോൾ ഈ ഫിലിപ്പീൻസ്, അതുപോലെ ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇവിടെ നിന്നുള്ളവരൊക്കെ ഒരുപാട് പേര് ഇവിടെ ഗദ്ദാമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് വിഷയം എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരൊക്കെ നമ്മളെ സ്ത്രീകളെ പോലെയല്ല, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സ്ത്രീകളെ പോലെയല്ല. അവരൊക്കെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു പോകും. ഈ ഫിലിപ്പീൻസ്, അതുപോലെ ഇന്തോനേഷ്യ, ഇവരൊക്കെയാണ് അധികം ഗദ്ദാമാരായിട്ട് ഇവിടെ ഉണ്ടാവർ സൗദിയിലൊക്കെ. ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ട് പോകും. അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി. അത് അവരുടെ എന്തോന്ന് എനിക്കറിയില്ല. പക്ഷേ ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയുന്നവരുണ്ടാകും. പിന്നെ എന്നാലും നമ്മുടെ നാട്ടിലെ സ്ത്രീകളേക്കാൾ ഇവർക്ക് ഇത്തരം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പോകാനും പൊരുത്തപ്പെട്ട് ജീവിക്കാനൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നിൽക്കുന്ന വീട്ടിലൊരു ഇന്തോനേഷ്യ സ്ത്രീ ഉണ്ട്. അപ്പോൾ ഇവർ കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളെ ഈ നീന്തൽ പഠിപ്പിക്കാൻ, അതുപോലെ സ്കൂളിലൊക്കെ കൊണ്ടുവിടാനൊക്കെ ഉള്ള ടൈമിൽ ഇവർ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാവും വീട്ടിൽ ഏകദേശം പിന്നെ എന്താ പറയുക, ഈ വീടിനുള്ളിൽ ഏകദേശം കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ അവരുടെ സംസാരത്തിൽ മനസ്സിലാവുന്ന കാര്യം പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന ഒരു സാഹചര്യം ആവില്ല ഒരിക്കലും അകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ആ ഒരു കൊല്ലത്തുള്ളൊരു സ്ത്രീ ഇതുപോലെ എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരുമെന്ന്. അപ്പോൾ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ ഈ പുറത്ത് വണ്ടി ഓടുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ ഒരു അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വിസക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വരിക. കാരണം ഇവിടെ വന്ന് പെട്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളൊക്കെ ആയി പിന്നെ അതിന് രക്ഷപ്പെട്ട് എംബസി വഴി അല്ലെങ്കിൽ മറ്റുള്ള കേസും ഇതൊക്കെ ആയി പിന്നെ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കെതിരായിട്ട് സംസാരിച്ചാൽ ഇതൊക്കെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഞാനൊരിക്കലും ഈ നാട്ടുകാരെ കുറ്റം പറയല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് അറിയാതെ കയറി വന്ന് കണ്ട് പെടുന്നവരുണ്ട്, രക്ഷപ്പെട്ടവരുമുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു
വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് ഞാൻ വീണ്ടും പറയാം, ഞാൻ ഒരിക്കലും ഒരു വിസ കച്ചവടക്കാരനല്ല. ഞാൻ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം ജോലികളൊക്കെ എടുത്തിട്ട് പിന്നെ ഈ ഒരു ഡ്രൈവർ ജോലി ഞാൻ ഏകദേശം ഒരുപാട് കാലം ഞാൻ എടുത്തിട്ട് എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഉള്ളൊരു കാര്യങ്ങൾ കുറേയൊക്കെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും, ഇതുപോലുള്ള അറിവുകൾ ഇനിയും നിങ്ങളിലേക്കൊക്കെ എത്തിക്കണമെന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക് യു.